Hi friends, data mining and warehousing in the third module ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്, ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ, ഇഷ്യൂസ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ, ഡിസിഷൻ ട്രീ ID3, C45, നെയ്ബേഴ്സ്, ക്ലാസിഫൈ. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി എന്താണ് ഒരു ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ നമ്മുടെ പേരൻസ് എങ്ങനെയാണ് നമ്മളെ ലേൺ ചെയ്യിക്കുന്നത്, ഒരു ആനിമലിനെ കണ്ടാൽ അത് ക്യാറ്റാണോ ഡോഗാണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? അവർ നമ്മളെ ലേൺ ചെയ്യിക്കുകയാണ്, അവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ പഠിച്ചെടുക്കും. ക്യാറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു ഡോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതെല്ലാം പഠിച്ചെടുത്തിട്ട് പിന്നെ നമ്മളൊരു പുതിയ ആനിമലിനെ കാണുമ്പോൾ നമുക്ക് അതിനെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, ക്യാറ്റാണോ ഡോഗാണോ എന്നുള്ളത്. സെയിം കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത് ഡേറ്റ ക്ലാസിഫിക്കേഷനിൽ. ഡേറ്റ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സ്റ്റെപ്പാണ്. ലേണിംഗ് സ്റ്റെപ്പിൽ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ മോഡലിനെ കൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ്. അവിടെ നമ്മൾ മോഡലിനെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഡേറ്റ നൽകുമ്പോൾ ആ ഡേറ്റയുടെ ക്ലാസ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റെപ്പ്, ദെൻ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ്. ഈ 2 സ്റ്റെപ്പാണ് ഒരു ഡേറ്റ ക്ലാസിഫിക്കേഷൻ്റെ അകത്തുള്ളത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ബാങ്ക് ലോൺ ഓഫീസറുണ്ട്. ആ ബാങ്ക് ലോൺ ഓഫീസർക്ക് ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് ഒരു ബാങ്ക് ആപ്ലിക്കൻറ്റ്, ഒരു ലോൺ ആപ്ലിക്കൻറ്റ് സേഫ് ആണോ റിസ്കി ആണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ലേണിംഗ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ലേണിംഗ് സ്റ്റെപ്പ്. ലേണിംഗ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ മോഡലിനെ കൺസ്ട്രക്റ്റ് ചെയ്യും. അപ്പം ഈ ക്ലാസിഫിക്കേഷൻ മോഡലിനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ബിൽഡ് ചെയ്തിട്ട് ക്ലാസിഫയർ അപ്പോൾ അനലൈസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ ഒരു ഡേറ്റ കൊടുക്കും. കൊടുക്കുന്ന ഡേറ്റയെ നമ്മൾ ട്രെയിനിങ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് സെറ്റിലുള്ള ഡേറ്റയെ ഈ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം നോക്കും, അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ എക്സ്ട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലേൺ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലേണിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേണിംഗ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നത് എന്ത് ടപ്പിൾസാണ്? ട്രെയിനിങ് ടപ്പിൾസാണ്. ലേണിംഗ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രെയിനിങ് ടപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ടപ്പിൾസാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ലേബൽ കാണും. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ ആപ്ലിക്കൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസ്കി ആണോ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് സ്റ്റെപ്പാണ്. ഈ ലേണിംഗ് സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്യും. ഈ ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന് നമ്മൾ കുറേ ഒരു ക്ലാസ് ലേബലുള്ള കുറേ ടപ്പിൾസ് ആയിരിക്കും. അതിനാണ് ട്രെയിനിങ് ടപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലാസ് ലേബലുള്ള ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാണും, അതിനോടൊപ്പം തന്നെ അവരുടെ ലേബലായിട്ടുള്ള റിസ്കി ആണോ സേഫ് ആണോ എന്നുള്ള ലേബിൾസും കാണും. അപ്പോൾ അതാണ് ലേണിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. അപ്പം ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് ലേണിംഗ് സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടപ്പിള് എക്സ് എന്ന് പറയുന്ന ടപ്പിൾ കൺസിഡർ ചെയ്യാണ്. ഈ എക്സ് എന്ന് പറയുന്നത് ഒരു n-ഡയമെൻഷണൽ ആട്രിബ്യൂട്ട് വെക്ടറാണ്. നമ്മളതിനെ x = x1 x2 etc. up to xn കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ഇതേപോലെയുള്ള കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, a1 a2 etc. up to an എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ എക്സ് എന്ന് പറയുന്ന ടപ്പിൾസിന് കുറേ ആട്രിബ്യൂട്ട്സ്. ഇനി ഓരോ ടപ്പിൾ എക്സിനെയും നമ്മൾ അസ്യൂം ചെയ്യുമല്ല, ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, നമ്മൾ ലേണിംഗ് സ്റ്റെപ്പിൽ കൊടുക്കുന്ന ടപ്പിളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രീഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഒരു പ്രീഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. ഈ പ്രീഡിഫൈൻഡ് ക്ലാസ്സിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് വേറൊരു ഡേറ്റാബേസ് ആട്രിബ്യൂട്ട് വെച്ചാണ്. ഈ ഡേറ്റാബേസ് ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ ക്ലാസ് ലേബൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈ ക്ലാസ് ലേബൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡിസ്ക്രീറ്റ് വാല്യൂഡ് ആണ്, അതുപോലെ തന്നെ അൺഓർഡേർഡ് ആണ്. ഇനി അതിൻ്റെ ഒരു പെക്യൂരിയാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റഗറിക്കലോ അല്ലെങ്കിൽ നോമിനൽ വാല്യൂസോ ആയിരിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ ടപ്പിൾ മേക്കിംഗ് അപ്പ് ദി ട്രെയിനിങ് സെറ്റ് റെഫർ ടു ആസ് ട്രെയിനിങ് ടപ്പിൾസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അതായത് എന്താണ് ഒരു ട്രെയിനിങ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ടപ്പിൾ, ആ ട്രെയിനിങ് സെറ്റിനെ മെയ്ഡ് ചെയ്യുന്ന ടപ്പിളിനെയാണ് ഇൻഡിവിജ്വൽ ടപ്പിൾസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആർ റാൻഡംലി സാമ്പിൾ ഫ്രം ദ ഡേറ്റാബേസ് അണ്ടർ അനാലിസിസ്. Because the class label of each training tuple is provided, this step is known as supervised learning. നമ്മൾ പറഞ്ഞു ലേണിംഗ് 2 ടൈപ്പിൽ നമുക്ക് നടത്താം. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, മറ്റേത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്.
സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഡേറ്റയ്ക്കകത്ത് ക്ലാസ് ലേബിൾസ് കാണും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബാങ്ക് ലോൺ ആപ്ലിക്കൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റിസ്കി ആണോ അതോ നോൺ റിസ്കി ആണോ എന്നുള്ള ക്ലാസ് ലേബിൾസ് കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. പക്ഷേ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ അകത്ത് എന്ത് കാണില്ല, ക്ലാസ് ലേബിൾ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ് ലേബിൾ പ്രൊവൈഡ് ചെയ്യാത്ത ട്രെയിനിങ് സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റീഗ്രഷൻ ഒക്കെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലസ്റ്ററിങ് ഒക്കെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനിയും ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക് ആപ്ലിക്കൻറ്റിൻ്റെ ഒരു അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു ഫിഗർ വെച്ച് അതിനെ കാണിച്ചേക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഡേറ്റയെ ട്രെയിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് നെയിമുണ്ട്, ഏജ് ഉണ്ട്, ഇൻകം ഉണ്ട്, ലോൺ ഡിസിഷൻ, അതാണ് ക്ലാസ്. പ്രീ ഡിഫൈൻഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരുടെ പേരുണ്ട്, അവരുടെ ഏജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൻഡി ജോൺസിൻ്റെ ഏജ് യൂത്താണ്, ഇൻകവും കുറവാണ്. സോ ബേസിക്കലി എന്തായിരിക്കും ക്ലാസ് എന്ന് പറയുന്നത് റിസ്കി ആയിരിക്കും. അതുപോലെ അടുത്തത് നോക്കുക, പിന്നെ അടുത്ത കാരോലിൻ ഫോക്സ്, പുള്ളിക്കാരൻ മിഡിൽ ഏജിലാണ് പക്ഷേ ഇൻകം ഹൈ ആണ്. സോ നമ്മളതിനെ സേഫ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ നേരത്തെ നമുക്കറിയാവുന്ന ക്ലാസ്സസ് ആയിട്ടുള്ള ഡേറ്റയാണ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദെൻ അതിനെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ കുറേ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം കുറേ ക്ലാസിഫിക്കേഷൻ റൂൾസിനെ നമുക്ക് തരും. ഈ ക്ലാസിഫിക്കേഷൻ റൂൾസ് ആണ്, ഇഫ് ഏജ് ഇസ് ഈക്വൽ ടു യൂത്ത് ദെൻ ലോൺ ഡിസിഷൻ ഇസ് ഈക്വൽ ടു റിസ്കി, ഇഫ് ഇൻകം ഇസ് ഈക്വൽ ടു ഹൈ ദെൻ ലോൺ ഡിസിഷൻ ഇസ് ഈക്വൽ ടു സേഫ്, ഇഫ് ഏജ് ഇസ് ഈക്വൽ ടു മിഡിൽ ഏജ് ആൻഡ് ഇൻകം ഇസ് ഈക്വൽ ടു ലോ ദെൻ ലോൺ ഡിസിഷൻ ഇസ് ഈക്വൽ ടു റിസ്കി. ഇതാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി ലേണിംഗ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ്. ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസിഫയറിന് കുറച്ച് ടെസ്റ്റ് ഡേറ്റയെ കൊടുക്കുവാണ്. ഓക്കെ, അപ്പം ടെസ്റ്റ് ഡേറ്റയെ കൊടുത്തിട്ട് ഇപ്പോൾ പുതിയ ഡേറ്റ കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പം ജോൺ ഹെൻറി മിഡിൽ ഏജ്ഡ് ലോ ഡിസിഷൻ, ഓക്കെ ലോൺ ഡിസിഷനാണ് നമുക്ക്. അപ്പം പുള്ളിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻ എന്താണ്, ക്ലാസ് ഏതാണെന്നുള്ളതും തരും. അതാണ് ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ പ്രോസസ്സിനെ നമുക്ക് ഒരു മാപ്പിംഗ് ഓഫ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. y = f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ y എന്ന് പറയുന്നത് ക്ലാസ് ലേബൽ ആയിരിക്കും, f(x) എന്ന് പറയുന്നത് ആ ടപ്പിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതായിരിക്കും. ഇതിനെ ദിസ് ഈസ് മാപ്പിംഗ് ഓഫ് ഫംഗ്ഷൻ ഇതായിരിക്കും ഡേറ്റ ക്ലാസ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ മാപ്പിങ്ങിനെ നമുക്ക് പല ക്ലാസിഫിക്കേഷൻ റൂൾസിലും ഡിസിഷൻ ട്രീയിലും മാത്തമെറ്റിക്കൽ ഫോർമുലയിലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ റൂൾസ് വെച്ചിട്ടാണ് അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ റൂൾസ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സെയിം സാധനത്തെ ഡിസിഷൻ ട്രീ വെച്ചും ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ പിന്നെ ദ റൂൾസ് ക്യാൻ ബി യൂസ്ഡ് ടു കാറ്റഗറീസ് ഫ്യൂച്ചർ ഡേറ്റ ടപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള പിന്നെ നമുക്കിപ്പം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫയർ നമുക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ പുതിയൊരു ആപ്ലിക്കൻറ്റ് വന്നു, അപ്പോൾ ആപ്ലിക്കൻറ്റിൻ്റെ ഏജും ഇൻകവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും, മോഡൽ യൂസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തും. ആദ്യം പ്രഡിക്റ്റീവ് ആക്യുറസി കണ്ടെത്തും. ട്രെയിനിങ് സെറ്റ് എന്ന് പറയുന്നത് പിന്നെ ട്രെയിനിങ് സെറ്റാണ് നമ്മൾ ക്ലാസിഫയറിൻ്റെ ആക്യുറസി കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. നമുക്ക് മെയിനായിട്ടും ടെസ്റ്റ് സെറ്റ് നമുക്ക് യൂസ് ചെയ്യണം. ടെസ്റ്റ് സെറ്റ് യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ടും ഈ ആക്യുറസി ഒക്കെ കണ്ടുപിടിക്കാറുള്ളത്. കാരണം അത് ട്രെയിനിങ് ടപ്പിൾസിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതുപോലെ കാരണം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റിംഗ് ടപ്പിൾ നമ്മൾ ട്രെയിനിങ് ടപ്പിളിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇനിയും ആക്യുറസി എന്താണ്, ആക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു പുതിയ ടെസ്റ്റ് ടപ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് കറക്റ്റായിട്ട് അത് നമുക്ക് തന്നു എന്നുള്ള ആ പെർസെൻറ്റേജ് ആണ് ആക്യുറസി എന്ന് പറയുന്നത്.
പിന്നെ ആക്യുറസി എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ക്ലാസിഫയറിനെ നമുക്ക് ഫ്യൂച്ചർ ഡേറ്റ ടപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 10 എണ്ണം കൊടുത്തു, 10 ടപ്പിൾസ് കൊടുത്തപ്പോൾ എനിക്ക് ആ 10 എണ്ണവും ഔട്ട്പുട്ട് കറക്റ്റായിട്ട് ഈ ക്ലാസിഫയർ നൽകിയെങ്കിൽ അപ്പോൾ എനിക്ക് പറയാൻ പറ്റും അതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 100% ആണ്. സോ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ ഡേറ്റ ടപ്പിൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് പ്രഡിക്ഷൻ? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് ദ യൂസ് ഓഫ് എ മോഡൽ ടു ആക്സസ് ദ ക്ലാസ് ഓഫ് ആൻ അൺലേബിൾഡ് സാമ്പിൾ ഓർ ടു ആക്സസ് ദ വാല്യൂ ഓർ വാല്യൂ റേഞ്ചസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് ദാറ്റ് എ ഗിവൻ സാമ്പിൾ ഈസ് ലൈക്ലി ടു ഹാവ്. അതായത് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ മോഡൽ യൂസ് ചെയ്തിട്ട് ഒരു പുതിയ ഫ്യൂച്ചർ ഡേറ്റ ടപ്പിൾസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷനാണ് ആൻഡ് റിഗ്രഷനാണ് ഈ പ്രഡിക്ഷൻ പ്രോബ്ലംസിൻ്റെ മെയിൻ 2 ടൈപ്സ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. മെയിൻ 2 ടൈപ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. പ്രഡിക്ഷൻ പ്രോബ്ലത്തിൻ്റെ മെയിൻ 2 ടൈപ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത് നോമിനൽ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യാനും, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓർ ഓർഡേർഡ് വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യാനും. അതാണ് ക്ലാസിഫിക്കേഷനും പ്രഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോമിനൽ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യാനും, പിന്നെ റീഗ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓർ ഓർഡേർഡ് വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യാനും. ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷനിൽ വരുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് തുടർന്നുള്ള പോർഷൻസ് നോക്കാം. താങ്ക് യു.